ആഗ്രഹമുണ്ട്. കാരണം ഇവിടെ വന്നിട്ട് നമ്മളോട് ഇത്രയും നടക്കുകയും പിടിക്കുകയൊക്കെ ചെയ്ത ആളാണ് ഷെയ്ഖ്. അപ്പോൾ ഷെയ്ഖിൻ്റെ ഓഫീസൊന്ന് കാണുന്നത് മാഹീനും കലാമിനും ഇപ്പോഴും അരുണിനും ആഗ്രഹമുണ്ട്. അപ്പം ഷെയ്ഖിൻ്റെ ഓഫീസിലേക്ക് നമ്മൾ കയറാം. അപ്പോൾ ഞങ്ങൾ 4ാമത്തെ നിലയിലെത്തി. ഷെയ്ഖിൻ്റെ ഓഫീസ് 4ാമത്തെ നിലയെന്ന് വെറുതല്ല, കോൺ ബോട്ട്സ് അവരുടെ ഗോവയിലെ ഓഫീസാണ്. ഇതാണ് അതിൻ്റെ റിസപ്ഷൻ. കോൺബോർഡിൻ്റെ ഓഫീസ് ഇതാണ്. അപ്പൊ ഇതാണ് ഓഫീസ്. ഇതാണ് നമ്മുടെ ഓഫീസ്. ഇവിടുന്ന് കാണാൻ നമ്മൾ എനിക്ക് നിങ്ങള് ഇതില് പോകുമ്പോൾ ആരൊക്കെ പോകണം വരുന്നൊക്കെ എനിക്ക് കാണാം. ഇവിടുന്ന് കാണാം സുഖമായിട്ട്. ഞങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും 10 മിനിറ്റ് ഷെയ്ഖുമായിട്ട്. ബാക്കി ഷെയ്ഖ് ഭായി എങ്ങനെയാണ് നമ്മുടെ പരിപാടി? ഷെയ്ഖ് ഭായി ഞങ്ങൾക്കൊപ്പം കൂടുവോ? ഞങ്ങളൊന്ന് ഞാൻ വരാൻ കൂടെ. നിങ്ങൾ ഇത്രയും ലേറ്റ് ആയില്ലേ? നിങ്ങൾ എവിടെയൊക്കെ പോകാൻ പറ്റും എന്താണെന്ന് അറിയാൻ പാടില്ല. നമ്മളിപ്പോ സാധാരണ ദൂദ്സാഗർ വാട്ടർഫോൾ ആണെങ്കിൽ ഒരു 9 മണിക്കെങ്കിലും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇനി നല്ല ദൂരമുണ്ട്. ഇനി കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. വളരെ ഇമ്പോർട്ടന്റ്. എല്ലാ ടൂറിസ്റ്റുകളും വരുന്ന പോകുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്പൈസ് പ്ലാന്റേഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ കേരളത്തിൽ നിന്ന് വന്നവർക്ക് സ്പൈസ് പ്ലാന്റേഷൻ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ ഇവിടത്തെയും അവിടുത്തെ സ്പൈസ് പ്ലാന്റേഷൻ ഭയങ്കര വ്യത്യാസം. അതെ, അപ്പൊ അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. അവിടെ എന്ന് പറഞ്ഞാല് ഒരുപാട് സ്പൈസസ് ഉള്ള സ്ഥലമാണ്. ഇവിടെ അതങ്ങനെയല്ല. ഇവര് ജസ്റ്റ് കുറച്ചേ ഉള്ളൂ, പക്ഷെ വലിയൊരു ഏക്കറിലാണ് ഇരിക്കുന്നത്. നല്ല ആംബിയൻസും കാര്യങ്ങളാണ്. സംഭവമാണ്. കേരളത്തിലെ പോലെ അല്ല എന്നാ പറയുന്നത്. ശരി, എന്തായാലും ബാക്കി കാഴ്ച നമുക്ക് ചെന്നതിന് ശേഷം. അപ്പോൾ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. ഞങ്ങൾ ഷെയ്ഖിൻ്റെ ഓഫീസിൽ വന്നപ്പോൾ ഷെയ്ഖിൻ്റെ ഒരു സ്റ്റാഫാണ് റഷ്യൻ സിറ്റിസണാണ്. അപ്പോൾ അവർ ഞങ്ങൾക്ക് വേണ്ടി ചെറിയൊരു പാർട്ടി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കാൻ പറ്റി എന്ന് മാത്രമല്ല, അവർക്ക് കുറച്ച് ഹിന്ദി അറിയാം കേട്ടോ. റഷ്യൻ സുന്ദരിക്ക് ഹിന്ദി അറിയാം. എന്നാലും കേക്ക് എൻ്റെ വായിലേക്കാണെന്ന് തോന്നുന്നു. താങ്ക് യു. ശീലല്ലേ. അപ്പോൾ ഇത്രയും നല്ലൊരു വാം വെൽക്കം ഒരുക്കി തന്ന ഷെയ്ഖ് ഭായിക്ക്, അത് ഞങ്ങളുടെ ടീമിൻ്റെ ഫുൾ ക്രൂവിൻ്റെ വലിയൊരു ബിഗ് സല്യൂട്ട്. അല്ല, എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പം നിങ്ങളെല്ലാം പരിചയപ്പെട്ട നമുക്ക് മലയാളം അറിയില്ലല്ലോ അല്ലേ? അപ്പോൾ എല്ലാം പരിചയപ്പെട്ടാലും ഇത്ര നല്ല രീതിയിൽ ഞങ്ങളുടെ ഇവിടുത്തെ മുഴുവൻ കാര്യങ്ങളും ഒപ്പം നിന്ന് ഞങ്ങളുടെ സഹോദരപതിയെ നടത്തി തന്ന ഷെയ്ഖ് ഭായിക്ക് താങ്ക് യു. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകാം. ഷെയ്ഖ് ഭായി, നമ്മൾ ഈ ഗോവയിൽ വരുമ്പോൾ കാണേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കണ്ടെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഗോവ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ബീച്ച്. അപ്പോൾ ബീച്ചുകൾ, ഒരുപാട് ബീച്ചുകളുണ്ട്. അരമ്പോള് തൊട്ട് മറ്റേ പലലിം വരെ ഒരുപാട് ബീച്ചുകളുണ്ട്. അതൊന്ന്. പിന്നെ ബീച്ച് ഷാക്സ്, അത് ഈവനിങ്ങിൽ അവിടെ ഭയങ്കര രസമാണ്. കുറേ ഡാൻസും പാട്ടും അത് അങ്ങനെയുള്ളൊരു കുറേ കാര്യങ്ങളുള്ളതാണ്. പിന്നെ ഉള്ളത് ദൂദ്സാഗർ വാട്ടർഫോൾ ഉണ്ട്. പിന്നെ ഓൾഡ് ഗോവ ചർച്ച് ടെമ്പിള് അതുണ്ട്. പിന്നെ സ്പൈസ് പ്ലാന്റേഷൻ ഉണ്ട്. പിന്നെ മിറാമാർ ബീച്ച്, ഡോണാപ്പോള എന്ന് പറഞ്ഞാൽ സിംഗം പടം, എഗ്ദുജലി അങ്ങനെയൊക്കെയുള്ള എടുത്തതുണ്ട്. പിന്നെ ഫോർട്ട് ഉണ്ട്, അഗ്ഗോഡ. പിന്നെ റെയ്സ് മാഗോസ് ഫോർട്ടിലാണ് നമ്മുടെ കായംകുളം കൊച്ചുണ്ണിയൊക്കെ ഷൂട്ട് ചെയ്തത്. അങ്ങനെ ഒരുപാട് കാണാനായിട്ട് ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇത് 2 പാർട്ടായിട്ടാണ്, നോർത്ത് ഗോവ, സൗത്ത് ഗോവ. ആ സൗത്ത് ഗോവ മെയിനായിട്ട് ലക്ഷറി ആയിട്ടുള്ള എല്ലാ ബ്രാൻഡഡ് ഹോട്ടൽസും എല്ലാം ഉള്ളത്. നോർത്ത് ഗോവയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് അടിച്ച് പൊളിച്ച് കലക്കി. സ്പൈസ് പ്ലാന്റേഷൻ ടൂറിലാണ്. ഗോവയിലെ ഒരു ടൂറിൻ്റെ ഭാഗം കൂടെയാണ് ഈ സ്പൈസ് പ്ലാന്റേഷൻ ടൂർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഉള്ള സുഗന്ധദ്രവ്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഇതിന്റെ ഓണർ തന്നെ ഉണ്ടെന്ന് അപ്പോൾ ഇദ്ദേഹമാണ് അതിന്റെ ഓണർ. ഞങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി അതിന്റെ ആളെത്തിയിട്ടുണ്ട്. സോറി, you can challenge the Kongani. Okay, you can tell Kongani. Okay. അപ്പോൾ സംഗതി നമുക്ക് ഒരു വാം വെൽക്കം കിട്ടിയിട്ടുണ്ട്. ഇതെന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്? നമ്മൾ ഭക്ഷണമൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. സെറ്റാക്കിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അതിനകത്തേക്ക് പോയിട്ട് നോക്കാം.
അപ്പോൾ നമ്മൾ സ്പൈസ് പ്ലാന്റേഷൻ ടൂറിലേക്ക് കയറുകയാണ്. നമ്മൾ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ലേഡിയെ നമുക്ക് തന്നിട്ടുണ്ട്. അവർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഇവിടെ എന്തൊക്കെയാണുള്ളതെന്നുള്ള കൃത്യമായൊരു വിവരണം നമുക്ക് നൽകും. അപ്പോൾ ഹായ്, മീന. അപ്പോൾ മീനയാണ് നമുക്കിപ്പോൾ ഉള്ളത്. മീന, വാട്ട് യു ഹാവ്? All spice plants are there, and I'm telling you the medicinal values of those plants. ഓക്കെ, പ്ലീസ് പറയൂ. Welcome to the Sahakari Spice Farm. My name is Veena, and I'm your guide in this spice farm. Total area is 130 acres. Don't worry, we are going to cover only 1 acre. The demo plot separately built for your convenience. Property owned by Mr. Madhav Sahakari. Sahakari is their surname out here, not coffee. So this is coffee bush. There are 2 types of coffee, Arabica, Robusta. You can see the berries also. Yeah. Great. Like this. So first flower we are getting, and then berries, coffee berries. Flower become fruit. We collect, dry, make powder out of it. And there are 2 types of berries, male and female. Female berry contain 1 seed, male got 2 beans inside. So out of male berries we are making coffee. Female for saplings, new plant. It's coffee beans also. Coffee beans. Yeah. Coffee. The cinnamon tree. Cinnamon is the bark of the tree, and after 15 years, bark ready. So we peel the skin, make pieces out of it. We cut down the tree first. This much we leave and cut down the tree, peel the skin, make pieces out of it. Stem is used to extract oil, good for joint pain, muscle pain. Leaf of the cinnamon tree you can use in rice dishes, pulao, biryani. കറുവാപ്പട്ട ഈ പറഞ്ഞ പോയത്. കറുവാടെ ഗുണങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ നാട്ടിൽ സുലഭമാണ്. ആദ്യം കാണിച്ച കാപ്പിയാണ്, അതിനുശേഷം കണ്ടത് കറുവ. അപ്പോൾ നമ്മുടെ നാടുമായിട്ട് അടുത്ത് കിടക്കുന്ന ഒരു സംസ്കാരം തന്നെ ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലെ അതേ രീതികളും അതേ കൃഷികളും തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരു വ്യത്യാസമൊന്നുമില്ല. അടക്കാമരം. Like this it looks fresh, and then we dry it, fill out this food. So fresh nut is receiving 1 nut is equivalent to 30 ml of whiskey. Without drinking, you'll start dancing, ready for the party if you chew that nut. If it is fresh, it got arginine, and due to arginine it takes you high. And dried one, if you're chewing small piece of dry bitter nut after lunch, after dinner you can chew. That is good for digestion. Here you can see rings. 1, 2, 3 makes 1 year. Every season 1 ring goes. Rainy season, winter and summer. So if you start counting the rings from here, you can guess the age of the whole palm. It can grow till 45 years. After that, it stops fruiting. We cut down the palm. അപ്പോൾ ഇതിൻ്റെ ഓണർ നമുക്ക് വേണ്ടി ഒരു അടിപൊളി ലഞ്ച്, ശരിക്കും പറഞ്ഞാൽ ഡിന്നറിൻ്റെ സമയത്ത് ലഞ്ച് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വിഭവങ്ങളെന്നുള്ളത് അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം സർ, ഓക്കെ, ഇത് നല്ല ഒന്നാന്തരം പൊരിച്ച ചെമ്മീൻ, അത് നല്ല കടലിൽ നിന്ന് പിടിച്ചത്. നെമ്മീൻ നല്ല അവരൊരു പ്രത്യേക രീതിയിൽ ഈ റവയൊക്കെ പുരട്ടിയിട്ടാണ് ഇത് പൊരിച്ചേക്കുന്നത്. പിന്നെ ആവോലിയാണ്. ആവോലി ഉഷാറാക്കിയിട്ടുണ്ട്, സംഗതി കൊള്ളാം. ചെമ്മീൻ, നല്ല നാടൻ ചെമ്മീൻ, നമ്മുടെ മംഗളത്തിലിട്ട് വെച്ച നാടൻ ചെമ്മീനുണ്ട്. ചിക്കൻ ഷക്കുത്തി എന്ന് പറയുന്ന അവരുടെ ഒരു ഗോവൻ ട്രഡീഷണൽ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ്. പോർച്ചുഗീസ് നെയിമാണ് അല്ലേ? യെസ്, ഒരു ചിക്കൻ കറി അവർ റെഡിയാക്കിയിട്ടുണ്ട്. അത് കൂടാതെ പിന്നെ നമുക്ക് അടിപൊളി അതായത് മസാല ചേർത്തുണ്ടാക്കിയ പപ്പടം, അത് കൂടാണ്ട് കാന്താരി മുളക് കൊണ്ടുണ്ടാക്കിയ പപ്പടം, അതാണ് എൻ്റെ ഹൈലൈറ്റ്. പിന്നെ നല്ല മധുരമുള്ള ചോറ്, മസാലയൊക്കെ ഇട്ടത്. അതുപോലെ തന്നെ അച്ചാറുണ്ട്. പിന്നെ നല്ല ഉരുളക്കിഴങ്ങ്, അത് ഫ്രൈ ആക്കിയത്, മാവ് വെട്ടി ഫ്രൈ ആക്കിയതുണ്ട്. പിന്നെ നമ്മുടെ നല്ല കടലക്കറി ഉണ്ട്, കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്. പുലാവ് ഉണ്ട്. പുലാവ് ഞാനിതുവരെ കഴിച്ചിട്ടില്ല. പുലാവ് കാണാൻ നല്ല ഭംഗിയുണ്ട് പുലാവ്. പിന്നെ നല്ല ക്യാബേജ് തോരനുണ്ട്, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പരിപ്പ് കറിയുണ്ട്. ഒപ്പം തന്നെ പച്ചരി ചോറും അടിപൊളി ഒരു സലാഡും പിന്നെ ബ്രെഡും. ഇത്രയാണ് നമുക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പം കഴിച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കഴിയാം. നല്ല വിശപ്പുള്ളതുകൊണ്ട് കഴിച്ചു തുടങ്ങുക. അപ്പം നല്ല ടേസ്റ്റുമുണ്ട്, ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ്. നമ്മുടെ കേരളീയ വിഭവങ്ങൾ തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീനൊക്കെ വറുത്തിരിക്കുന്ന അവരുടെ ഒരു ട്രഡീഷണൽ സംഗതിയിലാണെങ്കിലും ടേസ്റ്റ് നമുക്ക് കേരളീയർക്ക് പറ്റുന്ന സംഗതി തന്നെയാണ്. കൊള്ളാം, എന്തുകൊണ്ടും ഒന്ന് നോക്കണം. ഈ സ്പൈസ് ഗാർഡിൻ്റെ പേര് നമ്മൾ പറഞ്ഞ പേര് തന്നെ മറന്നു. സഹകാരി സ്പൈസ് ഗാർഡൻ. ഈ സ്ഥലം ഗോവയിൽ എവിടെയായിട്ടാണ്? പോണ്ട. യെസ്, ഒന്ന് വിസിറ്റ് ചെയ്യണം, ഇതൊന്ന്
ടേസ്റ്റ് ചെയ്യണം. കൊള്ളാം, നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന അതേ വിഭവങ്ങൾ തന്നെ. വിശപ്പുകാരൻ ഒരുപാട് സംസാരിക്കുന്നുണ്ടേ. അപ്പോൾ ഇപ്പം നിലവിൽ എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലുള്ള കാർഷിക വിഭവങ്ങളാണ് ഇവിടെ ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം വലിയ താല്പര്യമില്ലാത്ത കേസായതുകൊണ്ട് പോരാത്തിന് ലൈറ്റ് പോയി. ഇനി നമ്മൾ അടുത്തൊരു ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. കാരണം ഷെയ്ഖ് അതുപോലെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് ബാക്കി കാണാം. കമോ. ഞങ്ങൾ ആ ബോട്ടിലേക്കുള്ള യാത്രയിലാണ്. ഞാനുണ്ട്, ഷെയ്ഖുണ്ട്, കലാമുണ്ട്, ഷിബു ഉണ്ട്, ആരനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പയ്യ ടിക്കറ്റ് ഇവിടെ ടിക്കറ്റ് എന്ന് വെച്ചാൽ ഇതാണ് ടിക്കറ്റ്. പെർ ഹെഡ് എത്രയാണ്? 500 രൂപ. 500 രൂപയാണ് ഒരാൾക്ക്. ടിക്കറ്റ് കാണിച്ചിട്ടാണ് കയറാൻ കേട്ടോ. ഞങ്ങൾ പയ്യ അകത്തേക്ക് കയറുകയാണ്. ടിക്കറ്റ് നോക്കി അപ്പം ബോട്ടിലേക്ക് കയറുകയാണ്. ബോട്ടിലാണ് വൈകിട്ട് ആളുകൾ ഡിന്നർ കഴിക്കുകയും ഫുഡ് കഴിക്കുകയും പിന്നെ അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഗോവൻ സ്റ്റൈൽ. ഷെയ്ഖ് ഭായ്, എന്തായിരിക്കും ബോട്ടിലുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരിക്കും? ബോട്ടിലുള്ള ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറത്തെ ക്രൂസാണ്. അവിടെ ഈ ഗോവൻ ഡാൻസ് ഉണ്ടാവും, പിന്നെ ബോളിവുഡ് ഡാൻസ് ഉണ്ടാവും, പിന്നെ DJ ഉണ്ടാവും. പിന്നെ അതിൽ കുറച്ച് സ്നാക്സും മറ്റുള്ള ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ അതൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി അവിടെ പിന്നെ സാധാരണ. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മുടെ ബോട്ട് നീങ്ങിക്കഴിഞ്ഞു. ഇവിടെ വലിയൊരു നദിയാണ്. ആ ഒരു നദിയുടെ ഇതിലൂടെ നമ്മളിങ്ങനെ വളപ്പരപ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിൽ സ്റ്റേജിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. സാധാരണഗതിയിൽ 6 മണിക്കും ഒക്കെ ഭയങ്കര തിരക്കാണ്. കാരണം 10,000-2000 പേരുള്ള ബോട്ടാണിത്. 9 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വളരെ കാലിയായിട്ടുള്ള അന്തരീക്ഷമാണ്. അപ്പം ഇപ്പം ഇവിടെ നമ്മൾ മുന്നോട്ട് പോയി കാഴ്ചകൾ കണ്ട് ഒപ്പം തന്നെ സ്റ്റേജിൽ ഡാൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഡാൻസ് കണ്ട് ഫുഡും കഴിച്ചിട്ട് നമ്മൾ പോകും. അപ്പം ആ കാഴ്ചകൾ നമുക്ക് കാണാം. ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഷെയ്ഖുമായിട്ടൊരു കോഫി അടിക്കാൻ വേണ്ടിയുള്ള യാത്രയിലാണ്. കോഫി കുടിക്കണം. പിന്നെ നാളെ രാവിലെ ഞങ്ങൾ പൂനെയിലേക്ക് പോകും. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് പരമാവധി ഇതിൻ്റെ ഗോവൻ കാഴ്ചകൾ ഒപ്പിയെടുക്കുന്ന ലക്ഷ്യത്തോടുകൂടി ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗോവയുടെ ഒരു പ്രത്യേകത കൊണ്ട് നമുക്കറിയാം, രാത്രി ഉണരുന്ന ഒരു നഗരമാണ് ഗോവ. ഇപ്പം ഞങ്ങൾ പോകുന്നത്, നമ്മളെവിടെയാണ് പോകുന്നത്? നമ്മൾ ആ പോകുന്ന സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു കോഫി കുടിക്കാനായിട്ട്? മിറാമർ ബീച്ചിൻ്റെ സൈഡിൽ കൂടെയാണ്. ഓക്കെ.
അപ്പോൾ അങ്ങനെ അങ്ങോട്ടേക്കുള്ള യാത്രയാണ്. ഷെയ്ഖ് ഒരു കോഫി കുടിച്ചിട്ട് നമുക്ക് പിരിയാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കണം. അപ്പം ഇതിൻ്റെ ഈ പോകുന്ന ഭാഗം ഇപ്പം രാത്രി നല്ല ഒരു തിരക്കുള്ള ടൈമാണ് ഈ ഭാഗത്ത്. കാരണം നമുക്ക് നിലവിൽ ഡാൻസ് മറ്റുള്ള ഭാഗങ്ങളൊക്കെ ഒതുങ്ങി 11 മണിയാകുമ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യണം. 11 മണിക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം അത് ഈ ചില ആളുകൾ, പ്രത്യേക ആളുകൾ നടത്തുന്ന ഡാൻസ് ബാറുകൾക്കും പബ്ബുകൾക്കും മാത്രമേ അനുമതിയുള്ളൂ. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാൻ മാത്രമല്ല നമുക്കൊരു കോഫി കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ബായ്.